ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന ആഴ്ച OTT റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളും മറ്റു ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ഏറെ നാളത്തെ ഗ്യാപ്പിന് ശേഷം ലാലേട്ടൻ മേജർ രവി കൂട്ടുകെട്ടിൽ മറ്റൊരു ചിത്രം കൂടി വരുന്നു. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓപ്പറേഷൻ സിന്ദൂറിനെ ബേസ് ചെയ്തായിരിക്കും ഈ ചിത്രം ഒരുക്കുന്നതെന്നാണ് അറിയാനായി സാധിക്കുന്നത്. ആര്യയുടെ സാർപ്പാട്ടെ പരമ്പര എന്ന ചിത്രത്തിന് രണ്ടാം ഭാഗം വരുന്നു. റീസെന്റ് നടന്ന ഒരു ഇന്റർവ്യൂവിൽ വെച്ചാണ് ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള PA രഞ്ജിത്ത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഫെബ്രുവരി മാസം ആരംഭിക്കുമെന്ന് വ്യക്തമാക്കിയത്. നിലവിൽ വെട്ടുവൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗിലിരിക്കുന്ന ആര്യ ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷമായിരിക്കും ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യുകയെന്നാണ് അറിയാനായി സാധിക്കുന്നത്. അടുത്തതായി അർജുൻ അശോകൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച തലവര എന്ന ചിത്രം ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. രജനീകാന്ത് കമൽഹാസൻ ചിത്രം ലോകേഷ് കനകരാജിന് പകരം നെൽസൺ സംവിധാനം ചെയ്യുമെന്ന റിപ്പോർട്ട്. ലോകേഷ് പറഞ്ഞ സ്റ്റോറിയേക്കാളും നെൽസൺ പറഞ്ഞ സ്റ്റോറി രണ്ടുപേരെയും ഇംപ്രസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. രജനീകാന്തിന്റെ സുന്ദർ സിയുമായിട്ടുള്ള ചിത്രവും കമൽഹാസന്റെ അൻപരു ചിത്രവും അവസാനിച്ചതിനു ശേഷമായിരിക്കും ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം ആരംഭിക്കുന്നത്. അടുത്തതായി തമിഴിൽ നിന്നും ബാഡ് ഗേൾ എന്ന ചിത്രം വരുന്ന നവംബർ 4-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ 1ന്റെ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. ചിത്രം വരുന്ന ഒക്ടോബർ 31-ാം തീയതി ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ K. ജോസ് സംവിധാനം ചെയ്ത കലങ്കാവൽ എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി. UBARA സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ഈ ചിത്രം വരുന്ന നവംബർ 27-നാണ് തിയേറ്റർ റിലീസിനായി വരുന്നത്. അടുത്തതായി മലയാളത്തിൽ നിന്നും ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. ചിത്രം വരുന്ന ഒക്ടോബർ 31-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ലാലേട്ടന്റെ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിട്ടുള്ള വൃഷഭ വീണ്ടും പോസ്റ്റ്പോൺ ചെയ്ത റിപ്പോർട്ട്. ചിത്രത്തിന്റെ VFX വർക്കൊന്നും തീരാത്തതുകൊണ്ടാണ് ചിത്രം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാനായി സാധിക്കുന്നത്. ബാലയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ഇതുവരെയും പേരിടാത്ത NDK 111 എന്ന ചിത്രത്തിൽ നയൻതാര ഫീമെയിൽ ലീഡായി വരുന്നു. ഗോപിചന്ദ് മാണിലേലി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വൈകാതെ പുറത്തുവിടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റുകൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.